ഹായ് ഹലോ നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എന്താ പറയുക വലിയ സന്തോഷത്തോടെ എന്നുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്നെപ്പോലെ എത്ര പേര് ചിന്തിക്കുന്നുണ്ടെന്നും എനിക്കറിയത്തില്ല. സോഷ്യൽ മീഡിയ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ അത് വല്ലാതെ മനസ്സിനെ എന്താ പറയുക ഡിസ്റ്റർബ്ഡ് ആക്കിക്കൊണ്ടിരിക്കുക. അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അബ്രോഡാണ് ഉള്ളത്. അപ്പം നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും വല്ലാതെ നമുക്ക് മനസ്സിന് വിഷമമുണ്ടാക്കി തരുന്ന കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവനും. ഇന്ന് തന്നെ ഇപ്പോൾ എന്താ പറയുക, ഇന്നെന്നല്ല എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ലഹരിക്ക് അടിമപ്പെട്ടിട്ട് സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്നു, കുട്ടികളെ കൊല്ലുന്നു, വൈഫിനെ കൊല്ലുന്നു, എന്താ പറയുക സഹോദരങ്ങളെ കൊല്ലുന്നു. അതൊക്കെ ഈ ലഹരിയുടെ ഇത് നമുക്ക് നാട്ടിൽ കൂടിയതിന് ശേഷമാണ്, ഉപയോഗം കൂടിയതിന് ശേഷമാണ് ഇപ്പം ഇതെല്ലാം വന്നു തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ കണ്ടു, ഇന്നിപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടു 12ഉം 10ഉം 12ഉം വയസ്സായ കുട്ടികളോ 12ഉം 13ഉം വയസ്സായ കുട്ടികളാണോ, എന്തായാലും 12 ആ ഒരു ഏജിലുള്ള കുട്ടികൾ 2 പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് കണ്ടു. അതും അമ്മയുടെ ആൺ സുഹൃത്ത്. ഞാൻ ചോദിക്കട്ടെ, ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഇതിനകത്ത് നിന്നൊക്കെ കിട്ടുന്നത്? ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബലാത്സംഗം നടന്നു എന്ന് പറയുമ്പോഴേക്കും ആദ്യം ആൾക്കാർ പറയുന്നത് എന്താ, അവളിട്ടിരിക്കുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ അവൾ നടക്കുന്ന നടപ്പ്, അല്ലെങ്കിൽ അവൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി, ഇതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതൊരു വലിയ ആളെന്നുള്ള രീതി, ഒരിക്കലും അത് നല്ലതെന്നല്ല പറയുന്നത്. വലിയൊരാളെന്ന രീതിയിൽ നമുക്കത് അങ്ങനെ കാണാം. പക്ഷെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സുഖം അതിനകത്ത് കിട്ടുന്നത്? എനിക്ക് അറിയാൻ മേലത്തോണ്ട് ചോദിക്കുന്നത്. ഇതാരെങ്കിലും ചിന്തിച്ചേക്കുന്ന കാര്യമാണോ? അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിലാന്ന് തോന്നുന്നു, കേരളത്തിലാണ് ഇത്രയും ഈ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരുത്താവുന്ന കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കഷ്ണം വിശപ്പിന് ബണ്ണ് കട്ട് കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മധു എന്നും പറഞ്ഞിട്ട് ഒരു ആദിവാസി യുവാവിനെ എല്ലാവരും കൂടെ തല്ലിക്കൊന്നു. ഓക്കെ, അത് ഒരു കഷ്ണം ബണ്ണ്, അതിന്റെ വിശപ്പ് സഹിക്കാൻ മേലാതെ ഒരു കഷ്ണം ബണ്ണെടുത്ത് കഴിച്ചതിനാണ് വലിയ എന്താ പറയാ പോലീസ് എന്തെന്നാ അതിന്റെ പേര് പറയുന്നത്, എന്തൊരു പേര് പറയുമല്ലോ, എന്ത് പോലീസാ, എന്തോ ഒരു പോലീസ്, ഞാൻ പേര് മറന്നു. ഇവന്മാരെല്ലാരും കൂടെ തല്ലിക്കൊന്നു. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവരെ, അല്ലെന്നുണ്ടെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം ചോരേനെ, അച്ഛനെ ആയിക്കോട്ടെ, അമ്മയെ ആയിക്കോട്ടെ, കൂടപ്പിറപ്പുകളായിക്കോട്ടെ, മക്കളെ ആയിക്കോട്ടെ, വൈഫിനെ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ളവരെ കൊല്ലുന്നതും അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവരുമായിട്ടുള്ളവരെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല? ഇപ്പൊ ഒരു നടീനെ ആക്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്താ പറയാ, ഞാനത് വേറൊന്നും കൊണ്ടും പറയുന്നല്ല, ഇപ്പൊ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ആവുന്നെന്നുണ്ടെങ്കിൽ എല്ലാവരും കൊടിയും പൊക്കി പിടിച്ചോണ്ട് വരും, ഇല്ലേ? ഇതെന്താ ഇപ്പൊ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആർക്കും എന്താ അതിനകത്തൊന്നും പറയാനില്ലാത്തത്? നമുക്ക് എന്റെ മനസ്സിൽ തോന്നുന്നത് നമ്മുടെ നിയമം ഇതിന് എന്താ ഒരു നല്ല നിയമം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതായത് ഇപ്പൊ പുറം രാജ്യത്തുള്ള നിയമങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ അപ്പൊ തന്നെ അവര് അത് വധശിക്ഷയ്ക്ക് തന്നെ വിധിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത്? ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട്
കൂളായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരൊക്കെ ഇറങ്ങി പോവാണ്. അവർക്ക് നല്ലൊരു ജീവിതം, അവര് ഇറങ്ങി പുറത്തേക്ക് എന്താ പറയാ നല്ല രീതിയിൽ തന്നെ അവര് ജീവിക്കുന്നു. ഇപ്പോൾ കുറ്റങ്ങൾ ചെയ്തവർക്ക് വരെ നിയമപരിരക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലാണ് നമ്മുടെ. ഓരോരുത്തരും ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്മ എന്ന നിലയിലും എനിക്കുണ്ട് കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ മക്കളെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും പേടിയാണ്. ഓരോ ദിവസം ഇപ്പൊ മാറി നിൽക്കുമ്പോഴായാലും ഓരോ ദിവസവും നെഞ്ചു കിടന്നിങ്ങനെ പിടയ്ക്കാണ്. കറക്റ്റ് സമയത്ത് പിള്ളേരെ വീട്ടിലെത്തിയില്ലെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ പോലും നാട്ടില് കുട്ടികളൊക്കെ എപ്പോഴാണ് വീട്ടിലെത്തുന്നത് ആ ഒരു ചിന്തയിലാണ് ജോലി സമയത്ത് പോലും നിൽക്കുന്നത്. ഇന്ന് ഞാനത് കണ്ടപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് 2 കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് കെട്ടിത്തൂക്കി കൊന്നു ഇല്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് ആരും പ്രതികരിക്കാത്തത്? ഇതൊക്കെ കേട്ട് 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 തഴമ്പിച്ചു പോയി നമ്മുടെ മലയാളികളുടെ മനസ്സ് അല്ലേ? എന്ന് ഒരു തെറ്റ് ഒരു പ്രാവശ്യം തെറ്റ് ചെയ്യുന്നവരെ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് ആ തെറ്റ് ചെയ്യാനായിട്ട് വേറൊരാള് മുമ്പോട്ട് വരത്തില്ല. ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ തന്നെ എടുക്കുക. ഏത് പാതിരാത്രിക്കും സ്ത്രീകൾക്കോ കുട്ടികൾക്കോ സമാധാനമായിട്ട് പുറത്തേക്കിടെ ഇറങ്ങി നടക്കാം. ഒരാൾ നോക്കത്തു പോലും ഇല്ല അവരെ. അത്രമാത്രം പേടിയാണ് ഇവിടെ. സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറാൻ ഇവിടെ ഉള്ളവർക്ക് പേടിയാണ്. കാരണം അവർക്കറിയാം കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു രീതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളോടുള്ള അതിക്രമം നിൽക്കത്തില്ലേന്നാണ് എൻ്റെ ചോദ്യം. ഇതിപ്പോ എത്ര പേര് ഏതൊക്കെ രീതിയിൽ എടുക്കും എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. ചിലവരെന്നെ വിമർശിക്കാൻ വന്നേക്കാം, അതെല്ലാം സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടാവും. ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഇതാണ്: ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവരെ തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അതും പൊതുജന മധ്യത്തിൽ വച്ച് കൊടുക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും ഇനിയെങ്കിലും അടുത്ത ഒരു എന്താ പറയാ ഒരു തെറ്റ് ചെയ്യാനായിട്ട് ഒരാൾ മുമ്പോട്ട് വരുമ്പോൾ അവർക്ക് ആ തെറ്റ് ചെയ്യാനായിട്ട് അവർ പേടിക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ശിക്ഷ കിട്ടുമെന്ന് അവര് മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ പുറത്തേക്ക് ഇറക്കുക? ഇപ്പൊ വീട്ടിൽ തന്നെയായിരിക്കും ആ ഉപദ്രവം നടന്നിരിക്കുന്നത് അല്ലേ? ആ ന്യൂസിനകത്ത് പറയുന്നുണ്ട് അമ്മയുടെ ആൺ സുഹൃത്തെന്ന് പറയുന്നുണ്ട്. അതിപ്പോ അവര് സുഹൃത്തായിക്കോട്ടെ, അല്ലാതെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവരുടെ വീട്ടിൽ കയറി കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ അവർ അതുപോലെ സ്വാതന്ത്ര്യം കൊടുത്തേക്കുന്ന ഒരാളായിരിക്കും അത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ പെൺകുട്ടികളെ നമ്മൾ വീടിന്റെ അകത്ത് വരെ സുരക്ഷയില്ലാത്ത അവസ്ഥയായേക്കാണ്. ഞാൻ ഈ എന്താ പറയാ ഇങ്ങനെ കുറ്റം ചെയ്യുന്നവരോട് അല്ലെ അങ്ങനെ മനസ്സില് അങ്ങനെ ഒരു ഇത് ഉള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സുഖം എന്താണ്? അതിനകത്ത് ആ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അതുങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ തോന്നുന്നത്? ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ എങ്ങനെ തോന്നുന്നു? ആ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു നിഷ്കളങ്ക പാപോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. എന്തുമാത്രം ക്രൂവലായിട്ടാണ് നിങ്ങൾക്ക് ചിന്തിച്ചു വെക്കുന്നത്? ഇത്രയും നാളും നമ്മൾ പറഞ്ഞത് ബംഗാളികൾ നാട്ടിൽ വന്നതിന് ശേഷം ബംഗാളികളാണ് കുട്ടികളെ ഉപദ്രവിക്കുന്നത്. ഇപ്പൊ ബംഗാളികളാണോ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? മലയാളികൾ തന്നെയാണ്. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കുക. ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഓരോരുത്തരായിട്ടായാലും പ്രതികരിക്കുക. പിന്നെ നമ്മുടെ നാട്ടിലൊരിതുണ്ട്, അതിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കല്ല പറ്റിയത്, വേറെ ഏതോ കുഞ്ഞുങ്ങൾക്കല്ലേ പറ്റിയത്? ഒരിക്കലും അല്ല. അവര് നമ്മുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും.
ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണണം. അപ്പൊ നിങ്ങൾക്കത് ആ ഒരു ഇതുമായിട്ട് നിങ്ങൾക്കത് എന്താ പറയാ, സങ്കടം തോന്നും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയും എന്താ പറയുക, നമുക്കത് ഓർക്കണം. വേറെ ഏതോ കുഞ്ഞുങ്ങളെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും അത് തള്ളിക്കളയരുത്. ഇത് എനിക്കിങ്ങനെ പറയാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത്. ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആരൊക്കെ വിമർശിക്കും, ആരൊക്കെ എന്തൊക്കെ പറയും, ഒന്നും എനിക്കറിയത്തില്ല. എന്നാലും എനിക്ക് പറയാനുള്ള ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ്. സൂക്ഷിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. നമ്മുടെ കുട്ടികളെ ഓരോ കഴുകൻ കണ്ണുകളിൽ നിന്നും സൂക്ഷിക്കുക. പക്ഷെ ഇപ്പൊ എന്താ പറയാ, സത്യം പറഞ്ഞ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത സമയമാണ്. അമ്മയ്ക്ക് പോലും സ്വന്തം കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണിപ്പോ. ഓരോ കുഞ്ഞുങ്ങളെയും ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, രണ്ട് ആയാലും കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് സൂക്ഷിക്കുക. അവര് ഇപ്പൊ ആ കുട്ടികള് അതിനകത്ത് എഴുതിയിരിക്കുന്നത് കൂട്ടുകാരിക്ക് എഴുതിയ കത്തിൽ നിന്നാണ് മനസ്സിലായത് എന്നാണ്. ആ സമയത്ത് നമ്മൾ മാതാപിതാക്കള് കുഞ്ഞുങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും നമ്മളൊന്ന് കേൾക്കാനായിട്ട് ചെവി കൊടുക്കുക. അമ്മയായാലും അച്ഛനായാലും എന്തെങ്കിലും രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് സങ്കടങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയാനുള്ളതെന്നും ഒന്ന് ചെവി കൊടുക്കുക. അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരു മിസ്ബിഹേവ് ചെയ്താലോ അവർ ഓടി വന്നിട്ട് നമ്മളോടായിരിക്കും പറയുക, അല്ലേ? ആ ഒരു സ്വാതന്ത്ര്യം എല്ലാ മക്കൾക്കും കൊടുക്കുക. അച്ഛനോടും അമ്മയോടും എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെയില്ല. ആരും വന്ന് ഇപ്പൊ അച്ഛനോടോ അമ്മയോടോ ഒരു കാര്യങ്ങളും, സ്കൂളിലെ കാര്യങ്ങളായാലും ശരി പുറത്തെ കാര്യങ്ങളായാലും ശരി, ഒന്നും വന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഈ ജനറേഷനിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക. നമ്മളോട് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അല്ലെങ്കിൽ അത് ഇപ്പൊ ആരെങ്കിലും വന്ന് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും കുഞ്ഞുങ്ങളെ ദേഷ്യപ്പെടുത്തുക, അവരോട് ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്. ആ മിസ്ബിഹേവ് ചെയ്ത ആളെ പോയി കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ നമ്പർ നിങ്ങളുടെ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് നല്ലത് കൊടുക്കുക. പിന്നെ നമ്മുടെ മക്കളുടെ നേരെ നോക്കരുത്. ആ ഒരു രീതിയിൽ അവരോട് സംസാരിക്കുക. ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും നല്ല കാര്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ, അതായത് ഒരു കഴുകൻ കണ്ണുകൾക്കും കൊടുക്കാതെ നോക്കുക.